TP കേസ് പ്രതി ട്രൗസർ മനോജിന്റെ ശിക്ഷാ ഇളവിനുള്ള നീക്കത്തിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദില്ലി കേരള ഹൌസിലെത്തിയ മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചു. പക്ഷേ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല. ഒരാൾ കൂടി ശിക്ഷ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ശരത് കെ ശശി ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പമുണ്ട്. ശരത് കെ ശശി, ട്രൗസർ മനോജിന്റെ കാര്യം ചോദിച്ചതേ ഉള്ളൂ, മുഖ്യമന്ത്രി അങ്ങ് പോയി കളഞ്ഞു. പിന്നാലെ പോയി വീണ്ടും ചോദിക്കാൻ നോക്കിയോ? ഉത്തരം പറയാൻ സാധ്യതയുണ്ടോ? സുജയ, CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ദില്ലിയിൽ എത്തിയിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ വിവാദമായ TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. പക്ഷേ അദ്ദേഹം ചോദ്യത്തിന് പ്രതികരിക്കാൻ തയ്യാറായില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിക്കാതെ മറ്റ് പല വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്നത് മുൻപ് നമ്മൾ കണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം CPM പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദില്ലിയിലെത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള പ്രതികരണം ആരാഞ്ഞപ്പോൾ ദില്ലിയിൽ നല്ല ചൂടാണല്ലേ എന്ന ചോദ്യമായിരുന്നു അദ്ദേഹം മറുപടിയായി പ്രതികരണമായി നടത്തിയത്. ആ രീതിയിൽ തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായില്ല. പ്രത്യേകിച്ചും മറ്റൊരു പ്രതിക്ക് കൂടി ശിക്ഷാ ഇളവിന് നീക്കം നടക്കുന്നു എന്ന ഒരു വിവരത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയോട് പ്രതികരണം ആരാഞ്ഞത്. നിലവിലെ സാഹചര്യത്തിൽ 2 ദിവസം കൂടി മുഖ്യമന്ത്രി ഈ ദില്ലിയിൽ CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദില്ലിയിൽ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി വീണ്ടും ശ്രമിക്കുന്നതുമായിരിക്കും. ഏതായാലും അതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററോട് കണ്ണൂരിലെ കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഇപ്പോൾ മനു തോമസിനെതിരെ വധഭീഷണി അടക്കം മുഴക്കുന്ന സാഹചര്യം സംബന്ധിച്ചിട്ടുള്ള പ്രതികരണം ആരാഞ്ഞെങ്കിലും തൽക്കാലം വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന ഒരു നിലപാടായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയും സ്വീകരിച്ചത്. കേന്ദ്ര കമ്മിറ്റിയിൽ ഈ വിഷയങ്ങളൊക്കെ നേരത്തെയുള്ള അജണ്ടയുണ്ട് എങ്കിൽ പോലും ഈ വിഷയങ്ങളൊക്കെ ആരെങ്കിലും ഉയർത്താനുള്ള സാധ്യതയുണ്ടോ ശരത്? നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിഷയം എന്ന രീതിയിൽ തൽക്കാലം സംസ്ഥാന പാർട്ടിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുക എന്നതായിരിക്കും പൊതുവെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന നിലപാട്. പ്രത്യേകിച്ചും സംസ്ഥാന കമ്മിറ്റി യോഗം കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു സംഭവവികാസങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. അതുകൊണ്ട് അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യപ്പെടുകയും അതിനുശേഷം അത്രയും ആ രീതിയിൽ മാത്രമായിരിക്കും നിലവിൽ ഈ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ ചർച്ചയാകാനുള്ള സാധ്യത. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഏതായാലും കേന്ദ്ര കമ്മിറ്റിയിൽ ഈ വിഷയം ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്.